Hi guys, what's up? ഞാൻ മുസമ്മിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ട് സെറ്റിങ്സിനെ പറ്റിയിട്ടാണ്. അതായത് നമുക്ക് ബാറ്ററി ഒരു 30 അല്ലെങ്കിൽ 20% സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് സെറ്റിങ്സ് പറ്റിയിട്ടാണ്. അതായത് നമുക്ക് സ്ക്രീനിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സെറ്റിങ്സ് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു 30% അല്ലെങ്കിൽ ഒരു 20% എങ്കിലും നമുക്ക് നമ്മുടെ ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനായിട്ട് നിങ്ങൾക്കിപ്പോൾ നമ്മളെ ഫോണിൻ്റെ ബാറ്ററി 80% ഡ്രെയിൻ ആകുന്നത് നമ്മളെ ഈ ഒരു സ്ക്രീനിൽ നിന്നാണ്. നിങ്ങൾക്കിപ്പോൾ വിശ്വാസമില്ലെങ്കിൽ നിങ്ങളുടെ സെറ്റിങ്സിൽ ബാറ്ററി യൂസേജിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗൈസ്, ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും ബാറ്ററി യൂസേജിൽ 80% ബാറ്ററി അവർ ഡ്രെയിൻ ചെയ്യുന്നത് സ്ക്രീനിലൂടെയാണ്. അപ്പോൾ നമുക്ക് ഈ സ്ക്രീനിലുള്ള രണ്ട് സെറ്റിങ്സ് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു 20 അല്ലെങ്കിൽ ഒരു 30% ചാർജിങ്ങിൽ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ രണ്ട് സെറ്റിങ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്പ് പ്രവർത്തിക്കുന്ന ഒരു സെറ്റിങ്സ് ആണ്. അത് നമുക്ക് ഓഫ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫോണിൽ ഉള്ള ബാക്ക് പ്രസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഫോൺ ലോക്ക് ചെയ്യുമ്പോഴും സ്ക്രീൻഷോട്ട് അടിക്കുമ്പോഴും ഒക്കെ നമുക്കൊരു സൗണ്ട് അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്. അതും നമുക്ക് ഓഫ് ചെയ്യാം. ഇത് ആക്ച്വലി നമുക്ക് രണ്ടും ആവശ്യമില്ലാത്ത ഒരു സെറ്റിങ്സ് ആണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഓഫ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആപ്സ് ഓഫ് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ സിസ്റ്റം കാണാൻ വേണ്ടി സാധിക്കും. അധിക പേരുടെയും ഫോണിൽ ഇത് എങ്ങനെ കാണിക്കലെന്ന് വെച്ചാൽ എബൌട്ട് ഫോൺ ആയിരിക്കും. പല ഫോണിലും പല സെറ്റിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് എനേബിൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം എബൌട്ട് ഫോണിൽ പോകണം. ഇത് ഞാൻ ഓൾറെഡി എനേബിൾ ചെയ്തുകൊണ്ടാണ് ഡെവലപ്പർ ഓപ്ഷൻ അവിടെ ഉള്ളത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എബൌട്ട് ഫോണിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ബിൽഡ് നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതാ ഇവിടെ ബിൽഡ് നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങളൊരു 7 പ്രാവശ്യം ടാപ്പ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒരു 7 പ്രാവശ്യം ടാപ്പ് ചെയ്യണം. ഞാനിവിടെ ഓൾറെഡി 7 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ട് ഞാനൊരു ഡെവലപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ 7 പ്രാവശ്യം നിങ്ങൾക്ക് ഈ ബിൽഡ് നമ്പറിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്കത് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആകും. ഞാൻ ഓൾറെഡി ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചിലവരുടെ ഫോണിൽ ബിൽഡ് നമ്പർ ആയിരിക്കില്ല. ചിലവർക്ക് ഈ വേർഷനിൽ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ആകും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ആ ഡെവലപ്പർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങൾ സിസ്റ്റമിൽ തന്നെ ഉണ്ടാവും ഡെവലപ്പർ ഓപ്ഷൻ. ഇൻ കേസ് നിങ്ങൾക്ക് ആ ഡെവലപ്പർ ഓപ്ഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കിവിടെ നിങ്ങൾക്കിവിടെ മുകളിൽ സെർച്ച് ചെയ്യാം ഡെവലപ്പർ ഓപ്ഷൻ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ആ ഡെവലപ്പർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ടേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ആപ്സ് എന്നൊരു ഇത് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നിങ്ങൾക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് കാണാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്പ് പ്രവർത്തിക്കുന്നില്ല എന്നൊരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ആക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ ഡിസേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു 20% ബാറ്ററി നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ ഓഫ് ചെയ്ത് വെക്കേണ്ടത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ സ്ക്രീൻഷോട്ട് ടാപ്പ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഫോൺ ഓഫ് ചെയ്യുമ്പോഴും ബാക്ക് പ്രസ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന സൗണ്ടും വൈബ്രേഷനാണ് നമുക്ക് ഓഫ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൗണ്ട് സെറ്റിങ്സിലൂടെ സൗണ്ട്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ചിലരുടെ ഫോണിൽ സൗണ്ട്സ് ആൻഡ് വോളിയം അല്ലെങ്കിൽ വോളിയം ആൻഡ് വൈബ്രേഷൻ ആയിരിക്കും. അത് ഒരുപാട് ഫോണിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിനുശേഷം നിങ്ങൾ താഴോട്ടേക്ക് വരികയാണെങ്കിൽ മോർ സൗണ്ട് സെറ്റിങ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും കീ ടോൺസ്, അതായത് നമ്മുടെ സ്ക്രീൻ ലോക്ക്, സ്ക്രീൻഷോട്ട്, സ്ക്രീൻ ടച്ച്, ഇതെല്ലാം ക്ലിക്ക് ചെയ്യുമ്പോൾ സൗണ്ട് വേണമെന്നാണോ അവർ ചോദിക്കുന്നത്. അത് നിങ്ങൾക്കിപ്പോൾ അവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. അതിലായിപ്പോൾ ഇവിടെ സ്ക്രീൻഷോട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം സ്ക്രീൻ ഷോട്ട് ഞാൻ ഇവിടെ ഓഫ് ചെയ്ത് വെക്കുകയാണ്. സ്ക്രീൻ ലോക്ക് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഗൈസ്, ഇതെല്ലാം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മൾ ഫോൺ ഓഫ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ബാക്ക് പ്രസ് ചെയ്യുമ്പോഴും സ്ക്രീൻഷോട്ട് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ സൗണ്ടും വൈബ്രേഷനും വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് നമ്മൾ ജസ്റ്റ് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 20% ബാറ്ററി എങ്കിൽ സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഓഫ് ചെയ്ത് നമുക്ക് അത്ര ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓൺ ചെയ്ത് വെക്കാം. ഇൻ കേസ് നിങ്ങളൊരു ബാറ്ററി പ്രോബ്ലം നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ബാറ്ററി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഗൈസ്, നിങ്ങളെല്ലാവരും ഈ രണ്ട് സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് ടെക് വീഡിയോസിനായി നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായി സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പീസ്.